ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നൂഡിൽസ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഈപ്പിയോ മാഗിയോ അതുപോലുള്ള ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈപ്പിയുടെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. 3 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നൂഡിൽസ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈയിങ് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. ഇതുപോലെ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, 3-4 ബീൻസ്, പിന്നെ ഒരു തക്കാളി. ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് അരിയണം, കഴിയുന്നത്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കാം. ചാറ്റ് മസാലയ്ക്ക് പകരം കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്താലും മതിയാകും. ചാറ്റ് മസാല ഇല്ലെങ്കിൽ അത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചാറ്റ് മസാലയാണ് ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈപ്പിയുടെ മസാല ചേർത്ത് കൊടുക്കാം. ഈപ്പിയുടെ പാക്കറ്റിലുള്ള മസാലയാണ്. 2 പാക്കറ്റ് മസാല ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നൂഡിൽസ് വേകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് നല്ലപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വടയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട്, കയ്യിൽ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഉഴുന്നുവട പോലെ ഒരു ഹോളിട്ട് കൊടുക്കാം. വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടോ ഇതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ പരത്തി വയ്ക്കാം. മുഴുവനും ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ വട പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസ് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കണം. ഇനി നമ്മുടെ വട ഓരോന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഈ നൂഡിൽസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്ത് വയ്ക്കാം.
മുഴുവൻ സ്നാക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഞാൻ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം ഒരുമിച്ചിടുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് കളർ മാറുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും കളർ മാറിയ ശേഷം കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസ് കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.